അപ്പോൾ ഈ PCOD ഇത്രയും അധികം കൂടാൻ കാരണം എന്താണ് എന്നുള്ളതാണ്. അത് ഇപ്പോൾ ആളുകൾക്ക് വലിയൊരു അവയർനെസ് വരുന്നുണ്ട്. പക്ഷെ വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദ മെയിൻ സിംറ്റംസ് ആണ്. പിന്നെ ഓവറായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും അവർക്ക് നല്ല രീതിയിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചില ജോയിന്റുകൾക്ക് വേദന വരും. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ കൊണ്ടാണ്. PCOD എന്നുള്ളത് ഒരു ഈ പറഞ്ഞതുപോലെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല, മറിച്ച് അത് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയറ്ററി കൺട്രോൾ ആണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. PCODയുടെ കാര്യത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റി അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ PCOD പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പലരും നമ്മളോട് പറയുന്നത് നല്ലതല്ലേ, വേദന കുറച്ച് നാളത്തേക്ക് ഇല്ലല്ലോ. അങ്ങനെ ദയവ് ചെയ്ത് എൻ്റെ റിക്വസ്റ്റ് ആണ്, അങ്ങനെ ചിന്തിക്കരുത്. കാരണം അതിന്റെ കോംപ്ലിക്കേഷൻ വളരെ വലുതാണ്. ഹായ് ഓൾ, ഡോക്ടർ അഭിജിത്ത് ആണ്, ആത്മാ വെൽനസ്. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന്റെ ഒരു ശതമാനം എടുത്ത് ഏതൊക്കെ രോഗങ്ങളാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 50% കൂടുതൽ ഞങ്ങൾക്കുള്ള പേഷ്യൻസ്, പ്രത്യേകിച്ച് കൊച്ചി, തിരുവനന്തപുരത്തൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന പേഷ്യൻസ് PCOD ആണ്. PCOD എന്നുള്ള മെൻസ്ട്രൽ ഇഷ്യൂസ് ആണ് നമ്മൾക്ക് വരുന്നത്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, PCOD എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെൻസ്ട്രൽ ഇഷ്യൂസ് ഒവേറിയൻ ഡയബറ്റിക് ആണ്. നമ്മൾ PCODക്ക് സാധാരണ ഇപ്പോൾ മരുന്ന് കൊടുക്കുന്നത് ഡയബറ്റിക്കിന്റെ മെറ്റ്ഫോർമിനാണ് PCODക്ക് കൊടുക്കുന്നത്. പെൺകുട്ടികൾക്ക് പ്രധാനമായും കാണുന്ന കുറച്ച് സിംറ്റംസ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ അവർക്ക് ചിലപ്പോൾ മിക്ക ആളുകളുടെയും വെയിറ്റ് ഗെയിൻ ചെയ്യും. PCOD എല്ലാവർക്കും വണ്ണം വെക്കോ ഇല്ല, പക്ഷെ വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദ മെയിൻ സിംറ്റംസ് ആണ്. പിന്നെ ഓവറായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും അവർക്ക് നല്ല രീതിയിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചില ജോയിന്റുകൾക്ക് വേദന വരും, ഇടയ്ക്കിടയ്ക്ക് തളർച്ച വരും, പിന്നെ അവരുടെ കഴുത്തൊക്കെ ചെറിയ പാടുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ചില സിംറ്റംസ് ആണ് നോർമലി. ഈ മെൻസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇറഗുലർ പീരീഡ്സ് ആവുന്നു, വൈറ്റ് ഡിസ്ചാർജ് കൂടുതലാവുന്നു, ബ്ലീഡിങ് ഓവർ ആവുന്നു, ബ്ലീഡിങ് കുറയുന്നു. അങ്ങനെ മെൻസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് സിംറ്റംസ് ഉണ്ടാവും. ഇനി ഇതൊന്നും അല്ല, സിംറ്റംസ് ഒന്നും ഇല്ല എങ്കിലും ചിലർക്ക് PCODയുടെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാവും. അപ്പോൾ ഈ PCOD ഇത്രയും അധികം കൂടാൻ കാരണം എന്താണ് എന്നുള്ളതാണ്. അത് ഇപ്പോൾ ആളുകൾക്ക് വലിയൊരു അവയർനെസ് വരുന്നുണ്ട്. PCOD ഒരു നിത്യ സംഭവമാവാൻ, അല്ലെങ്കിൽ ഒരു മെൻസ്ട്രേഷൻ തുടങ്ങി കഴിഞ്ഞ്, നമുക്ക് മെനാർക്ക് തുടങ്ങി കഴിഞ്ഞ് വളരെ അടുത്ത സമയത്ത് തന്നെ PCODയിലേക്ക് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഇഷ്യൂസിലേക്കൊക്കെ നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ കൊണ്ടാണ്. PCOD എന്നുള്ളത് ഒരു ഈ പറഞ്ഞതുപോലെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല, മറിച്ച് അത് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ജീവിത ശൈലി എന്നുള്ളതിനർത്ഥം നമ്മുടെ ജീവിതത്തിലെ ശൈലിയിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്കാണ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുക. അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈ ജീവിതശൈലി രോഗങ്ങളുടെ പരിഹാരം എന്താണ്? ഏത് മരുന്നാണ് ജീവിതശൈലി രോഗങ്ങൾ കഴിക്കേണ്ടത്? നിങ്ങൾ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചോളൂ, പക്ഷെ ആ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം കൺട്രോൾ ചെയ്യാൻ പറ്റും. തൽക്കാലത്തേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരിക്കലും അത് പരിഹരിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ ഒരേ ഒരു മരുന്ന് ജീവിതശൈലി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന്റെ പരിഹാരം. നിങ്ങൾക്ക് PCOD ഉണ്ട്, നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയറ്ററി കൺട്രോൾ ആണ്. കാർബിൻ ഇൻടേക്ക് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ കാർബിൻ ഇൻടേക്ക് കുറയ്ക്കണം. പ്രോട്ടീൻ ഇൻടേക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവണം. നല്ല ഫാറ്റിന്റെ ഇൻടേക്ക് ഉണ്ടാവണം. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഫൈബർ കണ്ടന്റ് കൃത്യമായിട്ട് ഉണ്ടാവണം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് പ്രോപ്പർ ഡയറ്റ് ചാർട്ട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം PCOD വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഈ പറഞ്ഞ പോലെ ഡയറ്റ് ആണ്. അപ്പോൾ ആ ഡയറ്റ് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഫാസ്റ്റിംഗ് ഇൻസുലിനൊക്കെ എടുത്താൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഒരു അവസ്ഥ എന്തൊക്കെയാണെന്ന് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. സ്കാൻ ചെയ്യുക, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മുടെ സിംറ്റംസ് പറയുമ്പോഴൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതനുസരിച്ച് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ഡയറ്റ് അവർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി PCODയിൽ കോംപ്രമൈസ് ഇല്ലാത്ത സൊല്യൂഷനാണ്. അത് ചെയ്യാതിരുന്നാൽ എന്നൊരു ചോദ്യം ഇല്ല. വേറെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്ത് മിനിമൽ ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്കൊക്കെ വന്നാൽ വേണമെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. പക്ഷേ PCODയുടെ കാര്യത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റി അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നല്ലൊരു 30 മിനിറ്റ്സ് ആണ്. നമ്മൾ ഓവറായിട്ട് 1-2-3 മണിക്കൂർ നിങ്ങൾ ഓടണം, ചാടണം, സിറ്റപ്പ്, പുഷപ്പ് ഒന്നുമല്ല. 30 മിനിറ്റ്സ് മിനിമൽ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി. 30 മിനിറ്റ്സ് നിങ്ങൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായിട്ടൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ആയിട്ട് പേഷ്യന്റിന്റെ സഹകരണം ഉണ്ടെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് പേഷ്യന്റ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കാമെങ്കിൽ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ PCOD പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പലരും നമ്മളോട് പറയുന്നത് നല്ലതല്ലേ, വേദന കുറച്ച് നാളത്തേക്ക് ഇല്ലല്ലോ. അങ്ങനെ ദയവ് ചെയ്ത് എൻ്റെ റിക്വസ്റ്റ് ആണ്, അങ്ങനെ ചിന്തിക്കരുത്. കാരണം അതിന്റെ കോംപ്ലിക്കേഷൻ വളരെ വലുതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ അല്ല അതിനുള്ളത്. അത് ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകാൻ സാധ്യതയുള്ള
ഒരു പ്രശ്നമാണ് ഇത് എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായി ഡയറ്റ് ഫോളോ ചെയ്ത് എക്സസൈസ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന, റിവേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, നമ്മുടെ ക്ലിനിക്ക് എല്ലാ ദിവസവും പേഷ്യൻസ് വരെയും നമുക്ക് 100% അവരെ സാറ്റിസ്ഫൈ ചെയ്ത് ഹാപ്പി ആക്കി റിവേഴ്സ് ചെയ്ത് വിടാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ് പറയുന്നത്. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന PCOD പോലുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യണം. ഡയറ്റ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എക്സസൈസ് നമ്മുടെ ശീലമാക്കി മാറ്റണം. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യണം. അങ്ങനെ ഹെൽത്തി ആണ്. കാരണം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ, ഇനി പ്രഗ്നന്റ് ആവണമെങ്കിൽ പ്രഗ്നന്റ് ആവുമ്പോൾ, ഡെലിവറിയുടെ സമയത്തൊക്കെ ഈ ഒരു ഹിസ്റ്ററി നമ്മളെ വല്ലാതെ അലർട്ടും. അത് വേണ്ട എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയത് ഞാൻ കണ്ടു. ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് ആ ലേഡിക്ക് ഓവർ വെയിറ്റ് ആണ്. ആ ഓവർ വെയിറ്റിൽ ആ ലേഡിക്ക് PCOD ഇഷ്യൂ ആണ്. പക്ഷെ ആ സിനിമയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ വെയിറ്റ് കാരണം ബോഡി ഷെയ്മിങ് ചെയ്തിട്ട് ആ വ്യക്തിയെ വല്ലാതെ കളിയാക്കുമ്പോൾ അവര് ആ വെയിറ്റ് കുറയ്ക്കാതെ പ്രഗ്നന്റ് ആവുന്നു എന്നുള്ളതാണ്. ആ ബോഡി ഷെയ്മിങ്ങിനെതിരെയുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരിക്കും ആ തിരക്കഥ അങ്ങനെ വന്നത്. പക്ഷെ ശരിക്കും ഒരു കാര്യം എന്താണ്, എൻ്റെ വെയിറ്റ് കുറച്ച് PCOD എന്നുള്ള പ്രശ്നം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാം. അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ചലഞ്ചാക്കി ഏറ്റെടുത്ത് പ്രഗ്നന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. സോ PCOD നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ ഓവറായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അത് ഈ സ്ട്രെസ്സാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ് കാരണം PCOD വരും. മനസ്സിലായില്ലേ? ഈ സ്ട്രെസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ സ്ട്രെസ് ഇല്ലാതിരിക്കുമ്പോൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. സ്ട്രെസ്സിനെ പുറത്തു വരാനുള്ള കുറച്ച് ടെക്നിക്സ്, റിലാക്സേഷൻ ടെക്നിക്ക്, QRT എന്ന് പറഞ്ഞ ടെക്നിക്സ് ഉണ്ട്, ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്ക് ഉണ്ട്, ഇൻസ്റ്റന്റ് റിലാക്സേഷൻ, IRT, QRT, TRT, അങ്ങനെയൊക്കെ പല റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ, നമ്മൾ പ്രാണായാമം, മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി സാധിക്കും. സോ ഈ സ്ട്രെസ്സിൽ നിന്ന് പുറത്തു വന്ന് നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് എക്സസൈസ് ചെയ്താൽ ആരുടെയും PCOD റിവേഴ്സ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെയും PCOD റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ PCOD ഉണ്ടെങ്കിൽ എൻ്റെ റിക്വസ്റ്റ്, ഇതിലെന്താണ് വേദന ഇല്ലാതെ കുറച്ചാളുടെ പോകാമല്ലോ എന്നുള്ള മൈൻഡോട് കൂടി ഇരിക്കാതെ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടും.